അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും ആവശ്യമാണല്ലോ. പക്ഷെ അത് എന്തിനായാലും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ്. പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട്. പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യട്ടെ. അങ്ങ് കുറേ വർഷമായിട്ട് ചലച്ചിത്ര മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടിയെന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതറിയില്ല, സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല. നമുക്കറിയില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളു പിന്നെ ഉറപ്പല്ലേ, അങ്ങനെ ഉണ്ടായി അന്വേഷിക്കണം അല്ലേ, പിന്നെ നല്ലതല്ലേ. മറ്റൊരു കാര്യം, ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല, പിന്നല്ലേ ബംഗാളി നടി. അല്ല, ചലച്ചിത്ര അക്കാദമിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന രഞ്ജിത്തിനെതിരെയാണ് അത്രയും ആരോപണം. ആർക്ക് വേണ്ടി എന്ന് പറയാമല്ലോ, പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോരുത്തർക്കും എന്തും പറയാമല്ലോ. പെട്ടെന്ന് അറിയുന്നതും അതല്ലേ, നമുക്ക് ചർച്ച ചെയ്യാൻ എളുപ്പവും. അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടുമ്പോഴല്ലേ. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല. അതുകൊണ്ട് പറയുന്നത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത്. അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ്. ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല, അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ, വിടുവോ അവരെ? നമുക്ക് നോക്കാം. അതങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നിയമവ്യവസ്ഥിതിയൊക്കെ അത്രയും ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. പ്രതീക്ഷ തന്നെയാണ്, നല്ല ശുഭപ്രതീക്ഷയാണ് എല്ലാത്തിലും. സർക്കാർ ഇടപെടണമെന്ന് അങ്ങ് പറയുകയാണ്. സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ നോക്കിയതൊക്കെ, അവർ തന്നെ ആയിരിക്കുമല്ലോ അപ്പം മറുപടി. എനിക്കറിയില്ല. പരീക്ഷ ഉഷാറോടെ എടുത്തിട്ട് താങ്ക് യു.